Hello guys, welcome back to my channel. So, ഇന്ന് ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത് 15000 രൂപയിൽ താഴെ വരുന്ന ഏറ്റവും നല്ല സ്മാർട്ട് ഫോൺസിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ ഒരുപാട് പേര് ഇപ്പോഴും ചോദിക്കുന്നുണ്ട്, അതായത് ക്യാമറയ്ക്ക് പറ്റിയ സ്മാർട്ട് ഫോൺ ഏതാണ്, അതായത് 15000 രൂപയിൽ താഴെ വരുന്ന ക്യാമറയ്ക്ക് പറ്റിയ സ്മാർട്ട് ഫോൺ ഏതാണ്, അതുപോലെ തന്നെ ഏത് സ്മാർട്ട് ഫോൺ എടുക്കണം, ഏത് സ്മാർട്ട് ഫോൺ ബ്രാൻഡ് എടുക്കണം, അങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട്. സോ ഇന്ന് ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത് 15000 രൂപയിൽ താഴെ വരുന്ന 5 സ്മാർട്ട് ഫോണിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഇതൊരു വാല്യൂ ഫോർ മണി എന്ന ഒരു ഫോൺ തന്നെയാണ്. സോ നമുക്ക് ഏതായാലും ആ 5 സ്മാർട്ട് ഫോൺസിനെ പരിചയപ്പെടുത്താം. സോ ഗൈസ്, നമ്മുടെ ഫസ്റ്റ് ഫോൺ, അതായത് നമ്മുടെ ലിസ്റ്റിലെ ഫസ്റ്റ് ഫോണാണ് റെഡ്മി നോട്ട് 5 പ്രോ. നമുക്ക് എല്ലാവർക്കും പറയാം, ഷവോമി റിലീസ് ചെയ്തിട്ടുള്ള ഒരു ഫോണാണ് റെഡ്മി നോട്ട് 5 പ്രോ. ഇത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ വിറ്റഴിച്ച ഒരു ഫോൺ തന്നെയാണ്. അതായത് ബഡ്ജറ്റ് ലെവലിൽ റെഡ്മി നോട്ട് 5 പ്രോ ഏറ്റവും കൂടുതൽ വിറ്റഴിച്ച ഒരു ഫോൺ തന്നെയാണ്. ഇതിന് കാരണം എന്ന് വെച്ചാൽ ഇതിൽ സ്നാപ്ഡ്രാഗണിൻ്റെ 636 പ്രോസസ്സർ വരുന്നുണ്ട്. അതായത് സ്നാപ്ഡ്രാഗൺ വെച്ച് നോക്കുകയാണെങ്കിൽ മീഡിയ ടെക് അതുപോലെ തന്നെ സ്നാപ്ഡ്രാഗൺ ഉണ്ട്. അതിൽ ഏറ്റവും മികച്ച ഒരു പ്രോസസ്സർ തന്നെയാണ് സ്നാപ്ഡ്രാഗൺ. അതിൽ 636 പ്രോസസ്സറാണ് ഇത് വരുന്നത്. അത്രയും നല്ലൊരു സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഈ ഒരു ഫോൺ യൂസ് ചെയ്യുമ്പോൾ വരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ക്യാമറ, അതായത് നിങ്ങൾക്ക് ക്യാമറ സ്മാർട്ട് ഫോൺ തന്നെ വേണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ക്യാമറയോടെയാണ് നല്ല താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് ഈ ഫോൺ ധൈര്യമായിട്ട് എടുക്കാം. കാരണം ഇന്ത്യയിൽ തന്നെ ബഡ്ജറ്റ് ലെവൽ, അതായത് 15000 രൂപയ്ക്ക് താഴെ വരുന്ന ക്യാമറ സ്മാർട്ട് ഫോണിൽ ഏറ്റവും മികച്ച ഒരു സ്മാർട്ട് ഫോൺ തന്നെയാണ് റെഡ്മി നോട്ട് 5 പ്രോ. ഇതിൽ ഡുവൽ ക്യാമറയാണ് വരുന്നത്, അതായത് 12 മെഗാ പിക്സൽ പ്ലസ് 5 മെഗാ പിക്സലിൻ്റെ ഒരു റിയൽ ഡുവൽ ക്യാമറ. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് ഫേസിംഗ് ക്യാമറ എന്ന് പറയുന്നത് 20 മെഗാ പിക്സലാണ്. പിന്നെ ഈ ഒരു ഫോണിൽ തന്നെ 2 വേരിയൻ്റ് അവൈലബിൾ ആണ്, അതായത് 4GB റാം വിത്ത് 64GB പിന്നെ 6GB റാം വിത്ത് 64GB. 6GB റാമിൻ്റെ എടുക്കുമ്പോൾ കുറച്ചുകൂടി റേറ്റ് കൂടും. സോ നിങ്ങൾക്ക് ഈ ഒരു ഫോൺ ധൈര്യമായിട്ട് എടുക്കാം. തന്നെ നല്ല ക്യാമറ സ്മാർട്ട് ഫോൺ തന്നെയാണ് റെഡ്മി നോട്ട് 5 പ്രോ. സോ ഗൈസ്, നമ്മുടെ രണ്ടാമത്തെ ഫോണാണ് ഹോണർ 8X. ഹുവാവേ ഈ അടുത്തായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു മോഡൽ തന്നെയാണ് ഹോണർ 8X. ഗൈസ്, എല്ലാവരും ഒരേപോലെ സ്മാർട്ട് ഫോൺ എടുക്കണമെന്നില്ല. ചിലവർ അതിൻ്റെ ബോഡി കണ്ടിട്ട് എടുക്കും, അതായത് നല്ല ലുക്കിൽ, അതായത് നല്ല സ്മാർട്ട് ഫോൺ കാണുമ്പോൾ അത്യാവശ്യം നല്ല ലുക്കിൽ സ്മാർട്ട് ഫോൺ എടുക്കും. അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ. അതായത് ഹോണർ 8Xൻ്റെ ബാക്ക് ബോഡി വരുന്നത് ഒരു ഗ്രേഡിയൻറ്റ് ഗ്ലാസ് ബോഡിയാണ്. അതായത് ജസ്റ്റ് ഫോൺ ഷെയ്ക്ക് ചെയ്യുമ്പോൾ നല്ലൊരു പ്രീമിയം എഫക്റ്റ് നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കൊരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ഫോൺ വേണമെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഹോണർ 8X ധൈര്യമായിട്ട് എടുക്കാം. ഇനി ഇതിൻ്റെ മറ്റ് ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ, ഇതിൽ ഡുവൽ ക്യാമറ, അതായത് 20 മെഗാ പിക്സൽ പ്ലസ് 2 മെഗാ പിക്സലിൻ്റെ ഡുവൽ ക്യാമറ റിയർ ആയിട്ടുണ്ട്. പിന്നെ ഇതിൽ 16 മെഗാ പിക്സലിൻ്റെ ഒരു ഫ്രണ്ട് ഫേസിങ് സെൽഫി ക്യാമറയുണ്ട്. സോ ഇത് ക്യാമറൻ്റെയും നല്ലൊരു സ്മാർട്ട് ഫോൺ തന്നെയാണ്. ഗൈസ്, ഇനി ഇതിൻ്റെ റാം വരുന്നത് 4GB റാം വിത്ത് 64GB. സോ ഇതിന് റേറ്റ് വരുന്നത് 14999 ആണ്. അപ്പോൾ നിങ്ങൾക്ക് 6GB റാമിൻ്റെ വേരിയൻറ്റും അവൈലബിൾ ആണ്. സോ അത് നിങ്ങൾക്ക് എടുക്കുമ്പോൾ കുറച്ചുകൂടി റേറ്റ് കൂടുന്നേ ഉള്ളൂ. ഗൈസ്, ഇനി ഇതിൻ്റെ പ്രോസറിനെ പറ്റി പറയുകയാണെങ്കിൽ കിരിൻ 710 പ്രോസസ്സറാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. സോ നിങ്ങൾക്ക് പബ്ജിയും എല്ലാം സ്മൂത്ത് ആയിട്ട് കളിക്കാൻ വേണ്ടി സാധിക്കും. അത്രയും നല്ലൊരു ഫാസ്റ്റ് പെർഫോമൻസ് ആണ് കിരിൻ 710 യൂസ് ചെയ്തിട്ടുള്ളത്. സോ ഇനി ഗെയിമിങ്ങിൻ്റെ കാര്യത്തിലായാലും വളരെയധികം നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ തന്നെയാണ് ഹോണർ 8X. സോ ഗൈസ്, നമ്മുടെ മൂന്നാമത്തെ ഫോണിൻ്റെ പേരാണ് ASUS ZenFone Max Pro M2. കുറച്ചൊരു വലിയൊരു ലെങ്ത് ആയിട്ടുള്ള ഒരു നെയിം തന്നെയാണ് ASUSൻ്റെ ഈ ഒരു ഫോണിന്. അതായത് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഉപയോഗം എന്ന് വെച്ചാൽ ഇതിൽ 5000 mAh ബാറ്ററി കപ്പാസിറ്റി ഉണ്ട്. അതായത് 15000 രൂപയ്ക്ക് നിങ്ങൾ ഒരു ബാറ്ററി, നിങ്ങൾക്ക് എല്ലാവരും ക്യാമറ നോക്കി എടുക്കണമെന്നില്ല, ചിലവർക്ക് ബാറ്ററി നല്ലോണം ആവശ്യം വരും. സോ ബാറ്ററി വെച്ച് നോക്കുകയാണെങ്കിൽ 15000 രൂപയ്ക്ക് ഏറ്റവും ബെസ്റ്റ് സ്മാർട്ട് ഫോൺ തന്നെയാണ് ഈ ഒരു ASUS M2. സോ ഇതിൽ 5000 mAh ബാറ്ററി കപ്പാസിറ്റി ഉണ്ട്. പിന്നെ ഇതിൽ ഇനി പ്രോസസ്സറിൻ്റെ കാര്യം സംസാരിക്കുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗണിൻ്റെ 660 പ്രോസസ്സറും അവൈലബിൾ ആണ്. സോ നല്ലൊരു സ്മൂത്ത് എക്സ്പീരിയൻസ് തന്നെയാണ് നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ഇത് ലഭിക്കുന്നത്. പിന്നെ മറ്റൊരു ഉപയോഗം എന്ന് വെച്ചാൽ ഇതിൽ 4K വീഡിയോ സപ്പോർട്ടാണ്. അതായത് നമുക്ക് ASUS ഈ ഒരു ഫോൺ ഉപയോഗിച്ച് നമുക്ക് 4K വീഡിയോ എല്ലാം ഈസി ആയിട്ട് എടുക്കാൻ വേണ്ടി സാധിക്കും. ഇനി ഇതിൻ്റെ മറ്റ് ഫീച്ചേഴ്സ് സംസാരിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഡുവൽ ക്യാമറ വരുന്നത് 12 മെഗാ പിക്സൽ പ്ലസ് 5 MB ഒരു ഡുവൽ ക്യാമറ റിയറും. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് ഫേസിംഗ് എന്ന് പറയുന്നത് 13 മെഗാ പിക്സലാണ്. ആൻഡ് ഇതിന് മറ്റൊരു വലിയൊരു ഉപയോഗമാണ് കോർണിംഗ് ഗൊറില്ല ഗ്ലാസ്. പിന്നെ ഇതിലെ റാമിനെ പറ്റി പറയുകയാണെങ്കിൽ 4GB റാമിനും പിന്നെ 64GBയുമാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി ഇതിൻ്റെ റേറ്റ് പറയുകയാണെങ്കിൽ 14999 ആണ് ഗൈസ്. നിങ്ങൾക്ക് ASUS ZenFone Max Proയിലെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇതിൽ നമുക്ക് 5000 mAh ബാറ്ററി കപ്പാസിറ്റി ഉണ്ട്. പിന്നെ 4K വീഡിയോ സപ്പോർട്ടിംഗ് ആണ്. സോ ഇത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു ഫോൺ തന്നെയാണ്. സോ ഗൈസ്, നാലാമത്തെ ഫോൺ, അതായത് Realme 2 Pro. ഓപ്പോൻ്റെ തന്നെ ഒരു സബ് ബ്രാൻഡ് തന്നെയാണ് Realme 2 Pro. അതായത് ഓപ്പോൻ്റെ ഒരു ബഡ്ജറ്റ് ലെവൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഓപ്പോൻ്റെ മറ്റ് ഫോൺസ് എല്ലാം കുറച്ച് ഹൈ ആയിട്ടുള്ള ഒരു ഫോൺസാണ്. പക്ഷേ ഈ ഒരു Realme സീരീസിൽ വരുന്നതെല്ലാം ബഡ്ജറ്റ് ഫോണാണ്. അതായത് ഈ ഒരു ഫോൺ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ മറ്റ് നോച്ചിനെ പോലെയല്ല, അതായത് ഡൂ ഡ്രോപ്പ് നോച്ച് എന്നാണ് ഈ ഒരു ഫോണിനെ വിശേഷിപ്പിക്കുന്നത്. അത്രയും നല്ലൊരു ലുക്കാണ് അതിന് നോച്ചിൽ ലഭിക്കുന്നത്. പിന്നെ ഇതിൻ്റെ മറ്റു ഫീച്ചർ പറയുകയാണെങ്കിൽ ഇതിൽ 4GB റാം അതുപോലെ തന്നെ 64GB സ്റ്റോറേജ് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 13999 ആണ്. അപ്പോൾ ഇത് 6GB റാമിൻ്റെയും 8GB റാമിൻ്റെയും അവൈലബിൾ ആണ് വേരിയൻറ്റ്. അപ്പോൾ അത് നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി റേറ്റ് കൂടും. പക്ഷേ ഒരു 15000 താഴെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഫോൺ വളരെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും. ഇനി ഇതിൻ്റെ ക്യാമറ ഫീച്ചർ നോക്കുകയാണെങ്കിൽ ബാക്കിൽ ഡുവൽ ക്യാമറ ഉണ്ട്, അതായത് 16 മെഗാ പിക്സലിൻ്റെയും അതുപോലെ തന്നെ 2 മെഗാ പിക്സലിൻ്റെയും ഡുവൽ ക്യാമറ ബാക്കിലുണ്ട്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് സെൽഫി ക്യാമറ എന്ന് പറയുന്നത് 16 മെഗാ പിക്സലിൻ്റെ ആണ്. സോ ക്യാമറയുടെ കാര്യത്തിലും ഇതൊരു ബഡ്ജറ്റ് ലെവൽ സ്മാർട്ട് ഫോൺ തന്നെയാണ്. സോ ഗൈസ്, അഞ്ചാമത്തെ മൊബൈലാണ് റെഡ്മി നോട്ട് 6 പ്രോ.
ഗൈസ് ഈ ഒരു മൊബൈൽ ഫോൺ റെഡ്മി നോട്ട് 5 പ്രോമിൽ കുറച്ച് മാത്രമേ വ്യത്യാസമുള്ളൂ. പക്ഷേ വളരെയധികം ഉപകാരപ്പെട്ട ഒരു കാര്യമാണ് ഇതിൻ്റെ ഫ്രണ്ട് ഫേസിങ് ക്യാമറ. അതായത് ഫ്രണ്ടിൽ തന്നെ 2 ക്യാമറ ഇതിൽ അവൈലബിൾ ആണ്. അതായത് 20 മെഗാ പിക്സൽ പ്ലസ് 2 മെഗാ പിക്സലിൻ്റെ ഒരു ഡുവൽ ക്യാമറയാണ് ഇതിൻ്റെ ഫ്രണ്ടിലുള്ളത്. ഇനി ഇതിൻ്റെ ബാക്ക് ക്യാമറ പറയുകയാണെങ്കിൽ 12 മെഗാ പിക്സൽ പ്ലസ് 5 മെഗാ പിക്സലിൻ്റെ ഒരു ഡുവൽ ക്യാമറ ഇതിൻ്റെ ബാക്കിലുമുണ്ട്. സോ ക്യാമറയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു മൊബൈൽ ഫോണും വളരെ ധൈര്യമായിട്ട് എടുക്കാം. ഇതിന് 4GB റാം അതുപോലെ തന്നെ 64GB ഇന്റർണൽ സ്റ്റോറേജ് അവൈലബിൾ ആണ്. ഇനി ഇതിൻ്റെ പ്രൊസറിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൻ്റെ 636 പ്രൊസറാണ്. അതായത് റെഡ്മി നോട്ട് 5 പ്രോൻ്റെ സെയിം പ്രൊസർ തന്നെയാണ് ഇത്. സോ നിങ്ങൾക്കൊരു ഇതും നല്ലൊരു സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ്. അതായത് ഫോണെല്ലാം യൂസ് ചെയ്യുമ്പോൾ നല്ലൊരു സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. സോ ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഉപകാരം എന്ന് പറയുന്നത് മുമ്പിലും അതുപോലെ തന്നെ റിയറും അതുപോലെ തന്നെ ഫ്രണ്ട് ക്യാമറയും ഡുവൽ ക്യാമറയിലാണ് ഉള്ളത്. സോ ഗൈസ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ 5 സ്മാർട്ട് ഫോൺ നിങ്ങൾക്ക് വാങ്ങണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വാങ്ങിക്കാം. കാരണം 15,000 രൂപയ്ക്ക് ഇപ്പോൾ ഏറ്റവും മികച്ചതായിട്ട് നിൽക്കുന്നത് ഈ 5 സ്മാർട്ട് ഫോണാണ്. സോ ഇത് നിങ്ങൾ എടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരിക്കലും വിചാരിക്കില്ല അതായത് ഇത് എടുക്കേണ്ടായിരുന്നു, ഇതുപോലെ തന്നെ ഈ ഫോൺ അത്ര പോരാന്ന് ഒരിക്കലും വിചാരിക്കില്ല. അത്രയും വാല്യൂ ഫോർ മണി എന്നൊരു ഫോണാണ്. സോ ഞാൻ 15,000 രൂപ തന്നെ എടുക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് അധികം ആളുകളും നോക്കുന്നത് ഒരു 15-ൻ്റെയും അതുപോലെ തന്നെ 13Kൻ്റെയും ഇടയിലുള്ള മൊബൈൽ ഫോണാണ്. സോ അതിന് 5 മികച്ച ഫോണാണ് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നത്. സോ ഗൈസ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാതെ ലൈക്ക് ചെയ്യുക. സോ പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ ബൈ.